ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്നത്. അപ്പോൾ പുതുപുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സാധനം. അപ്പോൾ നമ്മുടെ KBC കണ്ണൂരിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേരള ട്രാഫിക് മോഡ് വന്നിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ മാപ്പുകളും ഫുള്ളുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു നമ്മുടെ സൗത്ത് ഇന്ത്യൻ ട്രാഫിക് മോഡും അതുപോലെ തന്നെ ഫുൾ മാപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ജസ്റ്റ് കേരള ട്രാഫിക് മാത്രം എങ്ങനെ കയറ്റാമെന്ന് കാണിക്കുള്ളൂ. അപ്പോൾ ഫുൾ മാപ്പ് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെ ആഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കേരള ട്രാഫിക് മോഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് കാണിച്ച് ഞാൻ പോകുന്നത്. വീഡിയോ ചെയ്യാൻ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അത് നോട്ടിഫിക്കേഷൻ ഇവിടെ നമുക്ക് വീഡിയോ ആയിരിക്കും. ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ വന്നിരിക്കുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ അടുത്ത് ഇതേപോലെ കുറേ ലിങ്കുകൾ കാണാം. അപ്പോൾ അതിൽ ഞാൻ ജസ്റ്റ് ബസ് ID APK വേർഷൻ 4.3.2 ആണ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ കേരള ട്രാഫിക് ബോർഡ് OBB ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാ മാപ്പും വേണമെങ്കിൽ ഫസ്റ്റത്തെ ഫയൽ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണ് എല്ലാ മാപ്പും ഡൗൺലോഡ് ചെയ്യുന്നത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് APK ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ആ ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ ലിങ്കിൽ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു നീല കളർ ബട്ടൺ കാണാം, അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ഹിയർ ടു കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം ആ ബ്ലൂ കളർ ബട്ടൺ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു 15 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതേ 15 സെക്കൻഡ് കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ഇവിടെ നീല കളർ ബട്ടൺ കാണാം, ടാപ്പ് ടു ഗോ ടു ലിങ്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഏറ്റവും മുകളിലെത്തുമ്പോൾ ഇവിടെ ഗോ ടു ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒന്നും കൂടി മുകളിലേക്ക് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഈ ബ്ലൂ കളർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു പേജിലെത്തും. അപ്പോൾ ഇവിടെ ഒരു 15 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇവിടെ ടൈം അതൊന്നും കാണില്ല, പക്ഷേ 15 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ 15 സെക്കൻഡ് കഴിയുമ്പോൾ ഇവിടെ സ്ക്രോൾ ഡൗൺ ആൻഡ് ക്ലിക്ക് ടു കണ്ടിന്യൂ എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ ഏറ്റവും അടിയിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഒരു കണ്ടിന്യൂ ബട്ടൺ കാണാം. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ ഒരു പേജ് ലോഡായിട്ട് വരും. അതിനുശേഷം മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ 3 സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ പറയും. നമ്മുടെ 3 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഷെയർ മോഡ്സിൻ്റെ പേജിലെത്തും. അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുക. ഇത് നമ്മുടെ APK ഫയലാണ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നത്. ഇത് സെയിം സ്റ്റെപ്സ് തന്നെയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ OBB ഫയൽ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ഡൗൺലോഡ് കൊടുത്താൽ നമ്മുടെ ഫയൽ ഇവിടെ ഡൗൺലോഡ് ആവും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ 2 ഫയലും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതേ നമ്മുടെ 2 ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ഫയലും ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് എക്സ്ട്രാക്ട് ചെയ്തിടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൾഡറിൽ എക്സ്ട്രാക്ട് ചെയ്യാം. എക്സ്ട്രാക്ട് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ APK ഒന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്താൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എക്സ്ട്രാക്ട് ഫയൽസ് ടു എന്ന ഓപ്ഷൻ കൊടുക്കുക. ഫോൾഡർ സെലക്ട് ചെയ്യുക, അടിയിൽ എക്സ്ട്രാക്ട് കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ 2 ഫയൽ ഇവിടെ എക്സ്ട്രാക്ട് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ APK ഫയൽ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം അതിൽ OBB പേസ്റ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് APK ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു APK ഫയൽ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇൻസ്റ്റാൾ ബട്ടൺ വരും. അതിനുശേഷം ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ജസ്റ്റ് വെറുതെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇവിടെ അലോ കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം ഇവിടെ ഒരു വൈറ്റ് സ്ക്രീൻ ആയിട്ട് നിൽക്കും, കാരണം നമ്മൾ OBB ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി OBB ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ സെറ്റ് ആർച്ചീവ് ആപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ OBBയുടെ ഫയൽ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തത് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിലൊരു മെയിൻ ഫയൽ കാണാം, അത് അമർത്തി പിടിക്കുക, കോപ്പി ഇടുക. കോപ്പിയിലും കട്ടായാലും കുഴപ്പമില്ല. മുകളിൽ അമർത്തുക, ഡിവൈസ് സ്റ്റോറേജ് എടുക്കുക, ആൻഡ്രോയിഡ് എടുക്കുക. അതിനുശേഷം OBB എടുക്കുക, ബസ് സിമുലേറ്ററിൻ്റെ ഫയൽ എടുക്കുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള സംഭവം നമ്മുടെ ഈ ഒരു ഫയൽ ഇപ്പോൾ പേസ്റ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഗെയിം ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ ലുക്ക് വരുന്നത്, ഗെയിം ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ലുക്ക്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫ്രീ മോഡ് എടുത്തൊന്ന് കളിച്ച് നോക്കാം. കാണാം കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ശരിക്ക് കേരള ട്രാഫിക്കാണിത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയൊക്കെ ഇവിടെ നിന്നൊക്കെ വണ്ടികൾ വരുന്നുണ്ട്, ചെറിയ ടിപ്പതൊക്കെ പോകുന്നുണ്ട് സൈഡിൽ കൂടെ. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ വരുന്നത്. അതേ കുറേ കേരളത്തിലെ വണ്ടികളുണ്ട്, നല്ല അടിപൊളി കേരള ട്രാഫിക്കാണ്. അപ്പോൾ എത്ര ഉണ്ടാവുള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയി. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നോക്കി നോട്ടിഫിക്കേഷൻ എവിടെ നിങ്ങളുടെ സംശയങ്ങൾ പറയാൻ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യപ്പെടുത്തുക. അപ്പോൾ അടിപൊളിയാണ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.